കണ്ട് എങ്ങനെ എനിക്ക് ഇടിവ് നിൽക്കാം? ഇടിവ് കുറച്ചും കൂടെ വിശാലമാക്കിയത് വചനത്തെ വളച്ചൊടിച്ചുകൊണ്ടാണെങ്കിൽ ഇടിവിൽ നിൽക്കുന്നത് we stand in the gap by standing for the word. ഇടിവിൽ എങ്ങനെ നിൽക്കും? ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നതിൽ കൂടെ. അല്ലല്ല, പ്രസംഗിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. അത് ഞാൻ പെട്ടെന്ന് കേട്ടു. പ്രസംഗിക്കാൻ പറ്റത്തില്ലെങ്കിലും ശരിയാണോ തെറ്റാണോ, ഏതാണ് കള്ളം ഏതാണ് ശരിയെന്നൊക്കെ ഒന്ന് വിവേചിക്കാനുള്ള ഒരു ആത്മീക പക്വത, വചന പരിജ്ഞാനത്തിലേക്ക് വളരാൻ വേണ്ടി ഈ വർഷം സമർപ്പിക്കുകയോ? ശുശ്രൂഷകന്മാർ ഈ വർഷത്തിൽ സത്യം പ്രസംഗിക്കാൻ സമർപ്പിക്കപ്പെടട്ടെ. കർത്താവ് നമ്മുടെ ഇടയിൽ നിന്ന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണം. എങ്ങനത്തെ പ്രവാചകന്മാരാണെന്നറിയോ? ദൈവം പറയാതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞുവെന്ന് തോന്നുന്നുവെന്ന് പറയുന്ന പ്രവാചകന്മാരല്ല. Yes, who will hear God correctly. ദൈവത്തെ ശരിക്ക് കേൾക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു വർഷം ഇതായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലര് കർത്താവ് അങ്ങനെ എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ, കാലഘട്ടത്തിൽ അംഗീകാരം കിട്ടണമെന്നില്ല. ഇപ്പൊ എസെക്കിയേലിന് പ്രവചിച്ചപ്പോ എന്തോ കിട്ടിയ അംഗീകാരമാണോ? വലിയ കൂട്ടുകെട്ട് ഇതിനെതിരെ വരും, വലിയ അപവാദങ്ങൾ ഇതിനെതിരെ സംഭവിച്ചാലും സത്യത്തിനു വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ള സമർപ്പണം എടുക്കുന്ന ഒരു സംവത്സരമായി ഇത് മാറട്ടെ. ഐ ഐഡന്റിഫൈ ദ ഗ്യാപ്പ്. എനിക്ക് ഈ ഇങ്ങനൊരു ഇടിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വചനത്തിന് വേണ്ടി നിന്ന് അത് പ്രസംഗിച്ചും പഠിച്ചും ഡിസേൺ ചെയ്തും അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നു. വചനത്തിന് വേണ്ടി